ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഇതിൽ ഞാൻ ലൈനിങ് വെച്ച ഒരു ടോപ്പ് സിമ്പിളായിട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് കാണിച്ചേക്കുന്നത്. ഇന്ന് ലൈനിങ് വെച്ച് നമുക്ക് നെക്ക് എങ്ങനെ ചെയ്യാം, സിമ്പിളായിട്ട് നെക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ടോപ്പിൻ്റെ ബാലൻസ് വന്ന ലൈനിങ്ങിൻ്റെ ബാലൻസ് വന്ന പീസാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഇവിടെ എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്ക് ക്യാൻവാസിൽ ചെയ്തെടുക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ക്യാൻവാസിൻ്റെ വീതി ഇവിടെ 9ഉം നീളം 10ഉമായിട്ടാണ് എടുത്തേക്കുന്നത്. അതിനിതാ ഇതുപോലെ രണ്ടായി നല്ല കൃത്യമായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വീതി എടുക്കാം. ഞാൻ 3.5 എപ്പോഴും എടുക്കാറ്, കുറച്ച് വീതിയിൽ വേണമെന്നുള്ളത് കൊണ്ടാണ്. പിന്നെ അതുപോലെ ഇറക്കം ഞാനിവിടെ ഒരു 7 ഇഞ്ചസാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്കിവിടെ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ നെക്ക് ചെയ്യുന്നത്. എന്നിട്ട് 2 ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്തു. എപ്പോഴും നമ്മൾ ബിഗിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള നെക്കുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കോൺഫിഡൻസും കൂടി കിട്ടും. എനിക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ അതിന് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നെക്കിലേക്കൊന്നും പോകാതെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇതുപോലെ ആ സ്കെയിൽ വെച്ച് തന്നെ ഇങ്ങനൊരു പോർഷനും കൂടി എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ തുണിയൊക്കെ വെച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് എടുക്കാനാണ്. ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ചിലർ മേളിലൊരു പീസ് പോലെ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഡ്രസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇത് ബാക്ക് നെക്കാണ് വരയ്ക്കുന്നത്. 3.5 എടുത്തു, താഴേക്ക് 7.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത് ഇറക്കമായിട്ട്. ഇനി ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഫ്രഞ്ച് കർവൊക്കെ യൂസ് ചെയ്ത്, ഞാൻ ഇതിനു മുമ്പ് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ചെയ്യുന്ന കുറച്ച് ഡിസൈൻസ് കാണിച്ചായിരുന്നു. അതിലൊരു ഡിസൈനാണ് ഇവിടെ വീണ്ടും ഞാൻ ക്യാൻവാസിൽ കാണിക്കുന്നത്. 3 മാർക്ക് ചെയ്തു, വീണ്ടും ഒരു ബോക്സ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ സ്റ്റാർ ഫ്രഞ്ച് കർവിനെ എടുത്തിട്ട് നമ്മുടെ ഇഷ്ടം, നമുക്ക് എങ്ങനെയാണോ ആ നെക്ക് വേണ്ടത് അതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാനൊരു ചെറിയൊരു കെട്ട് വരുന്ന പോലെ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഈ പോർഷൻ താഴേക്ക് ഒരു 1.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പോയിൻറ്റിലേക്ക് അവിടുത്തെ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിൽ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു പോർഷൻസ് ബാലൻസ് വെച്ചേക്കണം, നമുക്കവിടെ ഒരു ചെറിയൊരു ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ താഴേക്ക് ഫ്രഞ്ച് കർവ് തന്നെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് നെക്കായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിനെ നമ്മുടെ തുണിയിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നേരത്തെ ഫ്രണ്ട് നെക്കിൽ നമ്മൾ കുറച്ച് തയ്ക്കാനായിട്ട് കുറച്ച് സ്ഥലം ബാലൻസ് വിട്ട പോലെ ഇവിടെ ഇതുപോലെ കുറച്ച് സ്ഥലം വിട്ടിട്ട് നമുക്ക് ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കാം. ഇത് കട്ട് ചെയ്തും കൂടി എടുത്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ തുണിയായിട്ട് യോജിപ്പിക്കണം. ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വന്നേക്കുന്നത്. ഇനി നമുക്ക് ഇത് ബാക്കിയുള്ള പരിപാടി കണ്ടോ, ഫുൾ ഇങ്ങനെയാണ് വരിക. നമ്മൾ എന്നിട്ട് ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ കട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ബാക്ക് നെക്ക് നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് നമ്മുടെ മെറ്റീരിയലുമായിട്ട് നമുക്കിതൊന്ന് അയൺ ചെയ്ത് പേസ്റ്റ് ചെയ്ത് എടുക്കണം, അതങ്ങ് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ, ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അതിങ്ങനെ ഒരു ചെറിയ ഷൈനിങ് ഉള്ള പോലത്തെ ഒരു ടൈപ്പ് സ്പേസ് ഉണ്ട്. ആ സ്പേസാണ് നമ്മൾ നമ്മുടെ തുണിയുടെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ അതിനെ അയൺ ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ നല്ല ചൂടോടുകൂടി അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്തിട്ട് നമ്മൾ ശരിക്കും നോക്കണം ഒട്ടിയിട്ടുണ്ടോ എന്ന്. ഒട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി അയൺ ചെയ്ത് അവിടെ എല്ലാം ഒന്ന് ക്ലിയറായിട്ട് ചെയ്ത് കൊടുത്ത് സംഗതി കഴിഞ്ഞു. ഇനി നമുക്ക് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് അതിനെ മടക്കി തയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട് നെക്ക് പോർഷനും ഇതുപോലെ നല്ലോണം അയൺ ചെയ്ത് എടുക്കാം. അയൺ ചെയ്ത് എടുത്തിട്ട് ബാലൻസ് വരുന്ന ആ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇച്ചിരി ഒരു ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ വിട്ടിട്ട് നമുക്ക് ബാലൻസ് വരുന്ന പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്താലേ നമുക്കതിനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് എൻ്റെ വേർഷനിലാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇത്രയും ഇങ്ങനെ ക്യാൻവാസ് എടുക്കാതെ ചെയ്യുന്നവരും ഉണ്ട്.
നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ആ ടൈപ്പ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോഴത്തേക്കും അത് അവിടെ സെക്യൂർ ആയിട്ട് അങ്ങ് ഇരുന്നോളും. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിലേക്ക്, നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ടിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതാണ് നമുക്കിനി അടുത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് സെൻറ്റർ പോർഷൻ, നമ്മുടെ ക്യാൻവാസിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കി കട്ട് ചെയ്തിട്ട് നമ്മുടെ മെറ്റീരിയൽ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനുമായിട്ട് നമ്മളിത് ഇതുപോലെ നല്ലോണം സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ നമ്മൾ നേരത്തെ വരച്ച ആ ലൈനിൽ കൂടി നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ആവശ്യമില്ലാത്ത ആ പോർഷൻസ് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. കാരണം ഇത് കട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിനെ മറിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. നമ്മൾ അത് മുക്കിലൊക്കെ നല്ല കറക്റ്റായിട്ട് നമ്മൾ കട്ടിട്ടില്ലെങ്കിൽ അത് ശരിയായിട്ട് വരത്തില്ല. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ബാക്ക് നെക്ക് നമ്മൾ ചെയ്യാം. ഇതിൽ ഞാനൊരു വലിയൊരു മണ്ടത്തരം കാണിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്യാൻവാസ് നല്ല വശമാണ് നമ്മുടെ ടോപ്പുമായിട്ട് വെക്കേണ്ടിയിരുന്നത്. ഞാനതിന് തിരിച്ചാണ് വെച്ചേക്കുന്നത്. പിന്നെ എൻ്റെ തന്നെ ചുരിദാറായതുകൊണ്ട് മറിച്ചടിക്കാൻ മടിയായതുകൊണ്ടും ഞാൻ പിന്നെ അഴിച്ചു പെറുക്കാൻ നിന്നില്ല. ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. മണ്ടത്തരങ്ങൾ ഒഴിവാക്കാൻ ഞാൻ ഇനിയും ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഇതുപോലെ സ്റ്റിച്ചിങ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ചതിന് ഒത്തിരി താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.